ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ചോദ്യചിഹ്നത്തിലാക്കുന്ന ആരോപണങ്ങളാണ് ഈ അടുത്ത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ സത്യമായാൽ 2024 തെരഞ്ഞെടുപ്പ് ഒരു ജനവിധിയല്ല, മറിച്ച് അതൊരു കവർച്ചയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറക്കത്തിലാണോ, ഉറക്കം നടിക്കുകയാണോ, അതോ അവരും കൊള്ളക്കാരുടെ കൂട്ടാളികളാണോ? കർണാടകയിലെ മഹാദേവപുരം മേഖലയിൽ മാത്രം 1 ലക്ഷം വ്യാജ വോട്ടർമാർ, ഡ്യൂപ്ലിക്കേറ്റ് ഐഡന്റിറ്റി, കള്ള മേൽവിലാസം, ഫേക്ക് വോട്ടേഴ്സ്. ഇതൊരു അച്ചടിപ്പിഴവും അല്ല, മറിച്ച് പ്രീ പ്ലാൻഡായി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള വലിയൊരു ക്രൈമിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എങ്ങനെ 2 തിരഞ്ഞെടുപ്പുകൾക്കിടെ 1 കോടി പുതിയ വോട്ടർമാർ പിറന്നു? ഇതും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ഇത് വെറും രാഷ്ട്രീയ കോലാഹലം മാത്രമല്ല, ഇത് എൻ്റെയും നിങ്ങളുടെയും ശബ്ദമാണ് ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. നമ്മളുടെ വിലപ്പെട്ട വോട്ടവകാശത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഈ എല്ലാ ആരോപണങ്ങൾക്കുമിടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണവും വളരെ സംശയാസ്പദമാണ്. CCTV ദൃശ്യങ്ങൾ വോട്ടിംഗ് കൗണ്ടേഴ്സിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ കൗണ്ടിംഗ് സെന്റേഴ്സിലുണ്ടായിരുന്നത് നശിപ്പിച്ചു കളയുന്നു എന്ന് പറയുക, ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് പുറത്തുവിടാൻ വിസമ്മതിക്കുക. ഇവരാരെയാണ് ഭയക്കുന്നത്? അതോ നമ്മൾ അറിഞ്ഞതിനെക്കാട്ടി വലിയ കളികളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ അനാസ്ഥയ്ക്കെതിരെ ശബ്ദമെടുത്ത് രാഹുൽ ഗാന്ധിയോട് തെളിവ് ഹാജരാക്കാൻ പറയുക, ചോദ്യങ്ങളെ നിശബ്ദമാക്കുക എന്നുള്ളതല്ലാതെ ഒരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നോ റൂളിംഗ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നെയോ നിങ്ങളെയോ പോലെയുള്ള ആൾക്കാർ ഒരു വോട്ടിന്റെ തട്ടിപ്പ് പോലും ചെയ്താലും നമ്മൾ ജയിലിലാവും. പക്ഷേ എൻ്റെ സിസ്റ്റം തന്നെ തട്ടിപ്പാണെങ്കിൽ പിന്നെ അങ്ങ് മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ജനാധിപത്യം മരിക്കുന്നത് വെടിയൊച്ചകൾ കൊണ്ടല്ല, മോഷ്ടിക്കപ്പെട്ട വോട്ടിന്റെ ശാന്തമായ ശബ്ദത്തിലാണ്. ആരോപണം സത്യമായി മാറിയാൽ, മാറ്റങ്ങളൊന്നും വരാത്ത പക്ഷം നാം വോട്ടർമാരല്ല, മറിച്ച് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന വെറും ഓഡിയൻസ് മാത്രമായി പോവും ജനാധിപത്യത്തിന്. ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നുള്ള ഡെമോക്രസിയുടെ ആ ഒരു ഡെഫിനിഷന് തന്നെ ഒരു അർത്ഥമില്ലാതായി പോകും. ഒരു വോട്ട് മോഷണം 1.4 ബില്യൺ മനുഷ്യരുടെ അവകാശങ്ങളുടെ കവർച്ച ചെയ്യൽ കൂടിയാണ്. ഇത് തടയാൻ കഴിയാത്തവരോ തടയാൻ താല്പര്യമില്ലാത്തവരോ ആണ് അധികാരത്തിലിരിക്കുന്നത്. ജനങ്ങളുടെ ശക്തി ജനങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി മെയിൻ സ്ട്രീം മീഡിയയും ഗവൺമെന്റും പാലിക്കുന്ന മൗനം മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഇത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശ ലംഘനങ്ങൾ കൂടെയാണ്. ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? പ്ലീസ് കമന്റ് ബിലോ.